ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 59. നമ്മളിന്ന് നോക്കുന്നത് 12ാമത്തെ അധ്യായമായിട്ട് അതിലെ 11 മുതൽ 20 വരെയുള്ള മന്ത്രങ്ങൾ. ഇത് രാജാവിനെ പറ്റിയുള്ള പരാമർശങ്ങളാണ്. പൊതുവായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് പല മന്ത്രങ്ങളും പല വിഷയങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം നമ്മൾക്ക് ഓരോന്നിലേക്ക് നോക്കാം. ആദ്യം 11 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, രാജാവോട് പറയുകയാണ്, അങ്ങ് സഭയിലേക്ക് പ്രവേശിച്ചാൽ. അപ്പോൾ ഒരു രാജാവിനെ നിയമിക്കുന്നത് ആരാണ്? ഭരണാധികാരികളെ നിയന്ത്രിക്കുന്നത് കാലമാണ്. ഓരോ കാലഘട്ടത്തിൽ ഓരോ ആൾ രാജാവായി വരികയാണ്. അപ്പം അങ്ങ് സഭയിലേക്ക് പ്രവേശിച്ചാൽ, ഞാൻ അങ്ങേ രാജാവായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ, ഇവിടെ ദേവത അഗ്നിയാണ്. അപ്പം അഗ്നിയാണ് ഒരു രാജാവിനെ പ്രതിഷ്ഠിക്കുന്നത്. എന്തുകൊണ്ടാണ് അഗ്നി എന്ന് പറഞ്ഞത്? രാജാവ് അഗ്നിക്ക് സമാനമാണ്. ശരിയായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അഗ്നിക്ക് സമാനം രാജ്യത്തെ ഉന്നതിയിലേക്ക് നയിക്കാം. രാജാവ് ദുർബലനാണെങ്കിൽ ആ രാജ്യം മുഴുവൻ കത്തി, രാജാവടക്കം അതിൽ അവസാനം കത്തി നശിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങേ രാജാവായിട്ട് എന്ത് ചെയ്യാണ്? പ്രഖ്യാപിക്കുകയാണ്. അങ്ങെന്ത് വേണം? ഉറച്ച കാൽവപ്പോടെ കാര്യം ഏറ്റെടുക്കണം. അങ്ങേ ഏൽപ്പിക്കുന്ന കർമ്മം എന്താണ്? ആ നാട്ടിലെ എല്ലാവരുടെയും, എല്ലാ ജീവജാലങ്ങളുടെയും, ദേശത്തിൻ്റെയും എല്ലാം സുരക്ഷിതത്വം, അവരുടെ ഉന്നതികൾ, ഇതെല്ലാമാണ് രാജാവായിട്ട് ഏറ്റെടുക്കുമ്പോൾ, രാജാവായി മാറുമ്പോൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. അല്ലാതെ കുറച്ച് വ്യക്തികളുടെ കാര്യം നോക്കാനോ സ്വന്തം കാര്യം നോക്കാനോ അല്ല. അപ്പോൾ ഉറച്ച കാൽവെപ്പോടുകൂടി വേണം അവിടെ ഇരിക്കുവാൻ. സമസ്ത പ്രജകളാലും ആഗ്രഹിക്കുന്ന നിന്റെ പദവി ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ. സമസ്ത പ്രജകളും ആഗ്രഹിക്കുന്ന, സമസ്ത പ്രജകളും വിചാരിച്ചാലേ നിനക്ക് അവിടെ ഇരിക്കാൻ പറ്റുകയുള്ളൂ. ഏറ്റവും താഴെയുള്ള ജനം, പിച്ചക്കാരൻ തുടങ്ങിയിട്ട് മുകളിലുള്ള ജനങ്ങൾ വരെ എല്ലാം കാര്യങ്ങൾ നോക്കി നടക്കാനാണ് രാജാവിന്. രാജ്യത്തിൻ്റെ അധിപനാണ്, കുറച്ച് ദേശത്തിൻ്റെയോ വ്യക്തികളുടെയല്ല. അപ്പം പ്രജകൾ, സമസ്ത പ്രജകളാലും ആഗ്രഹിക്കുന്ന നിന്റെ രാജപദവി ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ. സമസ്ത പ്രജകളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടാലും മാത്രമേ അവിടെ ഇരിക്കുവാൻ പറ്റുകയുള്ളൂ. കാരണം ആ പദവിയിൽ ഇരിക്കാൻ വേറെ പലർക്കും ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാവും. നീ മാത്രമല്ല, പ്രജകളിലെ എല്ലാവർക്കും അവിടെ ഇരിക്കാനുള്ള ആഗ്രഹങ്ങളുണ്ടാവും. സമസ്ത പ്രജകളും ആഗ്രഹിക്കുന്ന പദവി നിന്റെ പദവി എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിലെടുക്കാം. വേണമെങ്കിൽ എല്ലാ ജനങ്ങളും നീ രാജാവായ ആ പദവിയിൽ ഇരിക്കുന്നതിന് ആഗ്രഹിക്കുന്നു. ലോകത്തെ ആ രാജ്യത്തിലുള്ള എല്ലാ പ്രജകളും നീ രാജാവായി കാണാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അവിടെ വേറെ പലവർക്കും ഇരിക്കാൻ അർഹതയായവരും ഉണ്ട്. അതുകൊണ്ട് നിന്റെ പദവി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. ഇപ്പം ജനങ്ങൾ മുഴുവൻ തൃപ്തിയായാൽ മാത്രമേ നിനക്കവിടെ ഇരിക്കാൻ പറ്റുകയുള്ളൂ. ഇനി 12 ഇവിടെ ദേവത വരുണനാണ്. വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റുകളാണ്. കാലത്തെ നിശ്ചയിക്കുന്ന സൂര്യന് ചുറ്റുമുള്ള ഓർബിറ്റുകളാണ്. അതിലാണ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. ആ വരുണനോട് പറയുന്നു, നീയാണ് ശത്രുക്കളെ ഇല്ലാതാക്കുന്നത്. അപ്പം നമ്മുടെ ശത്രുക്കൾ കഷ്ടതകളെല്ലാം തീരുന്നത് ഗ്രഹങ്ങൾ ഓരോ പ്രത്യേക ഓർബിറ്റിൽ ഓരോ സ്ഥാനത്തെത്തുമ്പോഴാണ്. അതുകൊണ്ടാണ് ജ്യോതിഷത്തിൽ ചിലവരോടെല്ലാം നിങ്ങൾക്ക് വ്യാഴൻ ഇന്നടുത്ത് നല്ല സ്ഥാനത്ത് വന്നിരിക്കുകയാണ്, ശനി ഇന്നടുത്ത് വന്നിരിക്കുകയാണ് നല്ല സ്ഥാനത്ത്. അപ്പം ആ ഓർബിറ്റിൽ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ വരുമ്പോഴാണ് ചിലവർക്ക് നല്ലതും ചിലവർക്ക് മോശമെല്ലാം സംഭവിക്കുന്നത്.
ശത്രുത്വത്തെ ഇല്ലാതാക്കുന്നതെല്ലാം ആരാണ്? ആ വരുണനാണ്. അതെ, നമ്മളെ സമയം ശരിയാകുമ്പോഴേ ശത്രുക്കൾ ഇല്ലാതാവുകയുള്ളൂ. സമയം മോശമായിരിക്കുമ്പോൾ ശത്രുക്കളെല്ലാം കയറി വരും. അവൻ ന്യായവും നീതിയും ഉയർത്തിപ്പിടിക്കുന്നു. കാലമാണ് നമ്മളെ നയിച്ചിട്ട് ന്യായവും നീതിയും നടപ്പാക്കുന്നത് കാലമാണ്. അല്ലാതെ നമ്മൾ വിചാരിച്ച മാതിരിയൊന്നും കാര്യം നടക്കില്ല. അതായത് ഒരു ഭരണാധികാരികൾ ദുഷിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഇനിയിപ്പം ഇങ്ങേര് തന്നെയാണ് മരിക്കുന്നത് വരെ, നമുക്ക് ഇങ്ങേരുന്ന് രക്ഷയില്ല എന്നെല്ലാം വിചാരിക്കുമെങ്കിലും കാലമാണ് നീതി നടപ്പാക്കുന്നത്. അങ്ങേര് മര്യാദയ്ക്ക് മരിച്ചിട്ടില്ലെങ്കിൽ കാലം മാറുമ്പോൾ അങ്ങേര് മൂക്കൂത്തി താഴത്തേക്ക് വീഴും. കാരണം കാലത്തിൻ്റെ സപ്പോർട്ടിലാണ് അവിടെ ഇരിക്കുന്നത്. കാലമാണ് അവിടെ രാജാവാക്കി വെക്കുന്നത്. കാലം തെറ്റുമ്പോൾ ഇതെല്ലാവർക്കും ബാധകമാണ്. നമ്മൾ ഒരു സ്ഥാനത്തേക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കാലമാണ്. കാലം തിരിയുമ്പോൾ നമ്മളെ അടിത്തറയും ഇളകും. ഇതെല്ലാം വരുണൻ ഓർബിറ്റ്, ഗ്രഹങ്ങളുടെ ഓർബിറ്റുള്ള സ്ഥാനം അനുസരിച്ചാണ് ഇരിക്കുന്നത്. അങ്ങയുടെ സാമ്രാജ്യത്തെ അങ്ങ് സൂര്യനെ പോലെ നിയന്ത്രിക്കുന്നു. ഈ വരുണനാണ് സാമ്രാജ്യത്തെ, നേരത്തെ പറഞ്ഞ രാജാവാണ്, അല്ലെങ്കിൽ രാജാവിലൂടെ വരുണനാണ് സൂര്യനെ പോലെ നിയന്ത്രിക്കുന്നത്. സൂര്യനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. സൂര്യൻ തന്നെ വരുണനിലൂടെ ഓരോ ഓർബിറ്റിലെത്തുമ്പോൾ മറ്റുള്ള ഗ്രഹങ്ങൾ സൂര്യൻ്റെ പ്രത്യേക സ്ഥാനങ്ങളിലെത്തുമ്പോഴാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ സൂര്യൻ നിയന്ത്രിക്കുന്നത് വരുണനിലൂടെയാണ്. നമ്മളെ ബൗദ്ധിക ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുക. ബന്ധനങ്ങളിൽ നമ്മളെ അകപ്പെടുത്തുന്നതും കാലമാണ്. കാലമാണ് പലതരം ബന്ധനങ്ങളിൽ അകപ്പെടുത്തുന്നത്. അതിൽ നിന്നും മോചിപ്പിക്കാനും ആര് വിചാരിച്ചാലേ പറ്റുകയുള്ളൂ? കാലം വിചാരിച്ചാലേ പറ്റുകയുള്ളൂ. കാലം വിചാരിച്ചു കഴിഞ്ഞാൽ ചില സമയത്തെത്തുമ്പോൾ നമുക്ക് തോന്നും, വിരക്തി തോന്നും, ഇതെല്ലാം എടുത്തിട്ട് നേരെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയി ചിലപ്പോൾ മോക്ഷം പ്രാപിച്ചെന്നും വരും. അതെല്ലാം തീരുമാനിക്കുന്നത് കാലമാണ്. കരുണം ചൊരിയുന്നവനാണ് അങ്ങ്. ആര്? ഈ വരുണൻ. അങ്ങേ ഞങ്ങൾ സ്വീകരിക്കുന്നു. അതിനായി ഞങ്ങൾ കളങ്കങ്ങൾ മാറ്റിവെക്കുന്നു. നമ്മളെ മനസ്സ് ശുദ്ധമായിട്ടിരുന്നാൽ മതി. അപ്പോൾ വരുണൻ നമ്മളെ എത്തിക്കേണ്ടിടത്ത്, അല്ലെങ്കിൽ കാലചക്രം നമ്മളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുക തന്നെ ചെയ്യും. ഇനി 13. എങ്ങനെയാണോ സൂര്യൻ്റെ ഉഷസ് വന്നെത്തുന്നത്, അല്ലെങ്കിൽ സൂര്യൻ്റെ ഉഷസ് എത്തുന്നതിന് മുമ്പ് തന്നെ സൂര്യകിരണങ്ങൾ, സൂര്യൻ്റെ ഉഷസ് എന്ന് പറഞ്ഞാൽ ആ തെളിച്ചുള്ള പ്രകാശത്തിലാണ് ഉഷസ്. സൂര്യൻ്റെ ഉഷസ് എന്ന് പറയുന്നത് ആകാശത്തിൽ ആദ്യം ഒരു ഭയങ്കര തെളിച്ചുള്ള, ഇപ്പോൾ ഒരു തിരി കത്തിച്ച് വെച്ചാലും മെഴുകുതിരി കത്തിച്ചാലും അതിൻ്റെ ഒരു ഏരിയയിൽ ഭയങ്കര തെളിച്ചായിരിക്കും. അതാണ് ഉഷസ്. അതുപോലെ സൂര്യൻ്റെതിനാണ് ഉഷസ്. ആ ഉഷസ് ഉദിക്കുന്നതിന് എത്തുന്നതിന് മുമ്പ് തന്നെ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഇങ്ങനെ ആകാശത്തിൽ വരും. ആ സൂര്യൻ്റെ പ്രഭ, സൂര്യനെ പിന്നെയാണ് കാണുക, അതിൻ്റെ മുമ്പിലുള്ള പ്രഭ കാണുന്നതിനെക്കാട്ടി മുമ്പ് തന്നെ അങ്ങയുടെ പൊൻകിരണങ്ങളാൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഇരുട്ടിനെ മാറ്റുന്നുണ്ട്. അപ്പം സൂര്യൻ ഉഷസ് വരുന്നതിനെക്കാട്ടി മുമ്പ് തന്നെ, ആ പ്രകാശത്തോട് വരുന്നതിനെക്കാട്ടി മുമ്പ് തന്നെ, ദൂരെ നിന്നതുകൊണ്ട് തന്നെ നമ്മളെ നേർക്ക് കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതിനെക്കാട്ടി മുമ്പ് തന്നെ ഇരുട്ടിനെ മാറ്റുന്നുണ്ട്. എങ്ങനെയാണോ ആ സൂര്യൻ വിശ്വത്തിന് വെളിച്ചം നൽകുന്നതിന് പൊട്ടിവിടുന്നത്, അതേപോലെ രാജാവോട് പറയുകയാണ്, അങ്ങ് പ്രജകൾക്കിടയിൽ നിറഞ്ഞു നിൽക്കണം. സൂര്യൻ എല്ലാവർക്കും ഇരുട്ടിനെയെല്ലാം മാറ്റി പ്രകാശം നൽകി അവർക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ട് സഞ്ചരിക്കുന്നത് പോലെ രാജാവ് പ്രജകൾക്കിടയിൽ നിറഞ്ഞു നിൽക്കണം.
എല്ലാ ജനങ്ങൾക്കൂടെ പ്രജകൾക്കിടയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭരണപക്ഷമായാലും പ്രതിപക്ഷം ഉണ്ടായാലും ഇല്ലെങ്കിലും എല്ലാ ജനങ്ങൾക്കും ഇടയിൽ നിറഞ്ഞു നിൽക്കണം. അവിടെ ജാതിയോ മതമോ ഒന്നും ചിന്തിക്കാൻ പാടില്ല. പ്രജകളെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എൻ്റെ പ്രജകൾ നിൻ്റെ പ്രജകൾ എന്നൊന്നും ഇവിടെ പറയുന്നില്ല. എല്ലാ പ്രജകൾക്കും, അവൻ ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ആരായാലും ആ ദേശത്തിൻ്റെ പ്രജകളാണെങ്കിൽ അവർക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നവനായിരിക്കണം രാജാവ്. എന്ത് വ്യത്യാസങ്ങൾ മനുഷ്യരിപ്പം ഇന്ത്യയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ മലയാളികളാണ്, തമിഴ്നാട്ടിൽ വേറെയാണ്, ഉത്തർപ്രദേശിൽ വേറെയാണ്. അവിടെയെല്ലാം പക്ഷപാതത്തിലല്ല പോകേണ്ടത്. ഇന്ത്യയിലുള്ള പ്രജകളെ ഒന്നായി കണ്ടുകൊണ്ട് അവരുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കണം. അതാണ് ഭാഗവതം പറയുന്ന ധർമ്മം. അല്ല, ഭാഗവതമല്ല, ഇവിടെ വേദം പറയുന്ന, ഭാഗവതം എല്ലാം പറയുന്ന ധർമ്മം ഒന്ന് തന്നെ. ഇനി 14 തിന്മയെയും മോശപ്പെട്ട പ്രവൃത്തികളെയും ഇല്ലായ്മ ചെയ്യുന്നത് ഈശ്വരനാണ്. ഇപ്പം ലോകത്തിൽ ഏത് ഭരണകർത്താക്കൾ അവിടെ ഇരുന്നോട്ടെ, എന്തു തന്നെ കാട്ടിക്കൂട്ടിക്കോട്ടെ, അയാൾ എന്തു തന്നെ തിന്മകൾ പ്രവർത്തിച്ചാലും, എന്ത് മോശം പ്രവൃത്തികൾ പ്രവർത്തിച്ചാലും അതിനെയെല്ലാം ഇല്ലായ്മ ചെയ്യുന്നത് ഈശ്വരനാണ്. അല്ലാതെ ഭരണപക്ഷമോ പ്രതിപക്ഷമൊന്നുമല്ല തിന്മയില്ലാതെ ചെയ്യുന്നത്. എല്ലാ നാട്ടിലെ ജനങ്ങളല്ല തിന്മ ഇല്ലായ്മ ചെയ്യുന്നത്. അതാത് കാലഘട്ടങ്ങളിൽ കാലം തന്നെ വന്ന് അതിനു വേണ്ട ആൾക്കാരിലൂടെ അത് ചെയ്യിപ്പിച്ചോളും. ചിലപ്പം ജനങ്ങളെ ഇറക്കി വിട്ട് തന്നെയായിരിക്കും ചെയ്യിപ്പിക്കുന്നത്. അത് കാലമാണ് മാറ്റുന്നത്. അല്ലാതെ നമ്മളൊന്നും വിചാരിച്ചാൽ ആരെയും തിന്മയുണ്ടാക്കാനൊന്നും പറ്റില്ല. രാജാവ് വിചാരിച്ചാൽ എപ്പോഴും ഞാനിങ്ങനെ അങ്ങ് പ്രവർത്തിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. മോശപ്പെട്ട പ്രവൃത്തികളെയെല്ലാം ഇല്ലായ്മ ചെയ്യുന്നത് കാലമാണ്. കാലം ഈശ്വരനാണ്. അത് ഗ്രഹങ്ങളിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. നന്മ അതെന്ത് ചെയ്യുന്നു? നന്മയെ ഉറപ്പിച്ച് സത്യത്തെ ഫലപ്പെടുത്തി ധർമ്മം ചെയ്യുന്നതും ഈശ്വരൻ തന്നെ. അപ്പോഴൊരു നാട്ടിലെ നന്മ ഉണ്ടാക്കുന്നതും ധർമ്മം നിലനിർത്തുന്നതും സത്യം സ്ഥാപിച്ചെടുക്കുന്നതും എല്ലാം ഈശ്വരനാണ്. അല്ലാതെ ഭരണാധികാരികൾ ഞാനാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. കാലം തിരിയുമ്പോൾ അവർക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇന്ന് നമുക്ക് നല്ല സുഖത്തിൽ ഇരിക്കുന്നതായി തോന്നും. പ്രത്യേക ഒരു നിമിത്തം എന്ന് പറയുന്ന സമയം പോലെ ഭരണാധികാരികളുടെ ഇളക്കം നമുക്ക് കാണാൻ പറ്റും. അതുവരെ എല്ലാം സുഖമാണെന്ന് തോന്നും. പക്ഷെ ചില നിമിത്തങ്ങളിൽ ഒരു സെക്കൻഡിൽ ആ ഭരണാധികാരികളെല്ലാം കിടന്ന് ഉലയുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണത്? കാലമാണ്, ഈശ്വരനാണ് ധർമ്മം സ്ഥാപിക്കുക. അത് ധർമ്മം സ്ഥാപിക്കുക തന്നെ ചെയ്യും. ദുർഭരണമായെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് തച്ചുടക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഈശ്വരൻ എല്ലായിടവും നിറഞ്ഞിരിക്കുന്നു. ആ ഈശ്വരൻ ഇല്ലാതെ ഒരു സ്ഥലമില്ല. കാരണം ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആ ഒരു ശക്തി വിശേഷമാണ്. ലോകം എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്നത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊരു സുന്ദരമായ ലോകത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. എന്താണത്? 4 യുഗത്തിൻ്റെ ഒടുവിൽ കുറച്ച് കാലത്തേക്ക് ഒരു സുന്ദരമായ ലോകം, വസുദേവ കുടുംബം. ലോകം മുഴുവൻ ഒരു കുടുംബമായി, ഒരു കുടുംബത്തിൽ ജാതിമത ചിന്തകളില്ല, വിഭാഗീയ ചിന്തകളില്ല, അതുപോലെ തന്നെ ഉച്ചനീചത്വങ്ങളൊന്നും തന്നെയില്ല. അതേപോലെയുള്ളൊരു സമൂഹമാണ് അവസാനം ഉണ്ടാവുക. അതിനാണ് കാലം പ്ലാൻ ചെയ്ത്, അത് പ്ലാനാണ്, അതുപോലെയേ പോകും. ആ ഉണ്ടാക്കി വെച്ചാൽ ഈശ്വരന് പോലും മാറ്റാൻ പറ്റില്ല. ഈശ്വരനാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൽ പിന്നെ മാറ്റാൻ പറ്റില്ല. അങ്ങോട്ടേക്ക് തന്നെയാണ് അത് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈശ്വരൻ എല്ലാ ഭാഗവും നിറഞ്ഞിരി നിൽക്കുകയാണ്.
അദ്ദേഹമാണ് പൂജിക്കേണ്ടത്. ആ ഒരു ശക്തിയെ മാത്രമേ നമ്മൾ പൂജിക്കേണ്ടത്. പൂജിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിളക്ക് വെച്ച് പൂജിക്കുകയൊന്നും വേണ്ട. നമ്മളെ മനസ്സിൽ അങ്ങനെയുള്ളൊരു ശക്തിയുണ്ട് എന്ന് ഓർത്താൽ മാത്രം മതി. അതാണ് നമ്മളെ നയിക്കുന്നത്. അത് തന്നെയാണ് നാം. ഇതാണ് പൂജ. മനുഷ്യരുടെയും മഹർഷിമാരുടെയും മനസ്സുകളിൽ നിറഞ്ഞിരിക്കുന്നത് അവനാണ്. മഹർഷിമാരുടെ മനസ്സിലെല്ലാം മഹർഷിമാർ ആ ശക്തിയെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ യുഗങ്ങൾ തിരിച്ചിട്ടെല്ലാം എഴുതിയിരിക്കുന്നത്. കൃതയുഗത്തിൽ ഇങ്ങനെ മനുഷ്യർ പോകും, ത്രേതായുഗത്തിൽ, ദ്വാപരയുഗത്തിൽ, കലിയുഗത്തിൽ അവസാനം ഇങ്ങനെയെല്ലാം എഴുതുന്ന ഭാഗവതവും ഇതെല്ലാം എഴുതി തന്നിരിക്കുന്നത് ഋഷികൾ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ്. ഒരേ സമയം തന്നെ എല്ലായിടത്തും എത്തുന്നവനും അവൻ എല്ലായിടത്തുമുണ്ട്. ജീവനെ സൃഷ്ടിക്കുന്നത്, ഓരോ ആളെ സൃഷ്ടിക്കുന്നതും അവനാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ അധർമ്മിയായ രാജാവുണ്ടാവും. ഭാവിയിൽ 2050 അധർമ്മിയായ രാജാവുണ്ടാകും. അദ്ദേഹം നാട്ടിന് വളരെ ദോഷമായി തീരുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് മുൻകൂട്ടി അവൻ അങ്ങനെ തന്നെയാണ് പോകുകയെന്ന് കാലത്തിനറിയാം. അപ്പോൾ അവനെ ഏത് സമയം തട്ടണം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ജനതയുടെ ഒരു പ്രജയ ശക്തി സൃഷ്ടിച്ചു വരും. അതാണ് പറഞ്ഞത്, ജീവനെ സൃഷ്ടിക്കുന്നവനും നിലനിർത്തുന്നവനുമെല്ലാം അവനാണ്. അപ്പം ഒരു വ്യക്തിയെ സൃഷ്ടിച്ച് അവനിലൂടെയായിരിക്കും ചിലപ്പോൾ ആ രാജ്യത്തെ ആ ഭരണാധികാരിയെ അടിച്ച് മാറ്റുന്നത്. ഗോക്കളെയും വേദവും വിശ്വവും എല്ലാം സൃഷ്ടിച്ചത് അവനാണ്. അവനാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം അവൻ്റെ പ്രവർത്തനം, അവൻ ലോകത്തെ എങ്ങോട്ടേക്കാണോ നയിക്കുന്നത് അതുപോലെ ലോകം പോവുകയുള്ളൂ. അത് മുന്നോട്ടേക്കാണ് പോകുന്നത്. കാലത്തെ പിന്നോട്ടേക്ക് ഗോത്ര കാലഘട്ടത്തിലേക്കെല്ലാം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. ഗോത്രകാല സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ അതൊന്നും നടക്കില്ല. കാലം മുന്നോട്ടേക്കാണ് പോവുക. അത് വസുദേവ കുടുംബത്തിലേക്കാണ്. ഇനി 15 അറിവുള്ളവനെ ജ്ഞാനം നേടിയ ശേഷം അത് മാതൃസവിധത്തിൽ പ്രകടമാക്കുക. അറിവുള്ളവനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് പറയുകയാണ്, നമ്മൾ അറിവ് നേടിയിട്ട് അത് മാതൃസവിധത്തിൽ പ്രകടിപ്പിക്കുക. മാതാവിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുക. മാതാവാണ് മുന്നിലൂടെയാണ് നമുക്ക് ജന്മം തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ജ്ഞാനം നേടിയിട്ട് ഉന്നത സ്ഥിതിയിലെത്തിയിട്ട് മാതാവിനെ കാണിച്ചു കൊടുക്കരുത്, അങ്ങയുടെ മകൻ ഇവിടെ എത്തിയിരിക്കുന്നു. മാതൃസൗഹൃദത്തിലാണ് പ്രകടിപ്പിക്കുന്നത്. അല്ല ജനങ്ങളുടെ പേരിലല്ല. ജനങ്ങളോടല്ല ഞാനിത് ഇങ്ങനെയാണ് എന്നൊന്നും പറയേണ്ടത്, മാതാവിൻ്റെ അടുത്ത്. അപ്പോൾ മാതാവാണ് സന്തോഷിക്കേണ്ടത്. കാരണം മാതാവിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. നീ അറിവ് നേടുന്നത് കൊണ്ട് മാതാവിന് ആനന്ദമുണ്ടാകട്ടെ. അപ്പം നീ അറിവ് നേടുമ്പോൾ സന്തോഷിക്കേണ്ടത് നിന്റെ മാതാവാണ്, അല്ലാതെ നാട്ടുകാരൊന്നുമല്ല. കാരണം മാതാവാണ് നമുക്ക് ജന്മം നൽകിയത്. അപ്പോൾ ഞാൻ ജന്മത്തിൻ്റെ മഹത്വം കാണിച്ചു കൊടുക്കേണ്ടത് മാതാവിലാണ്. അപ്പം മാതാവ് സന്തോഷിക്കട്ടെ. അപ്പം മാതാവിനാണ് ഉത്തരവാദിത്തം കുട്ടികളെ പഠിപ്പിക്കാനെല്ലാം. ഭൂമി ഏതു വിധത്തിലാണോ നമ്മളെ തലോടുകയെല്ലാം ചെയ്യുന്നത്, താങ്ങി നിൽക്കുന്നത്, തലോടുന്നത്, ആ വിധം നിന്റെ മാതാവും പ്രവർത്തിക്കട്ടെ. അങ്ങനെ നീ ജ്ഞാനം നേടിയിട്ട് പഠിച്ച് വിദ്വാനാകാനാണ് പറയുന്നത്. പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉരുവിടാൻ പഠിക്കലല്ല പഠിപ്പ്. ജ്ഞാനം, പ്രപഞ്ചരഹസ്യം. ആ പ്രപഞ്ചരഹസ്യം തന്നെയാണ് ഇവിടെ വേദം പറഞ്ഞു തരുന്നത്. നമ്മളെന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? വേദത്തിൽ വേദവരികൾക്കൊന്നും അർത്ഥമില്ല, അതിങ്ങനെ ചുമ്മാ ഉരുവിടാനുള്ളതാണ്. ഇതല്ല വേദം. വേദം തന്നെയാണ് ഇത് പറഞ്ഞു തരുന്നത്. എന്ത്? നീ പഠിച്ച് ജ്ഞാനം നേടി വിദ്വാനായിട്ട് സമൂഹത്തിൽ ഉന്നത നിലയിലെത്തുമ്പോൾ അമ്മ സന്തോഷിക്കട്ടെ. അമ്മ നിന്നെ ഭൂമി നമ്മളെ തലോടുന്നത് പോലെ പിടിച്ചിരുത്തി നിന്നെ തലോടട്ടെ. അതുപോലെ മാതാവും പ്രവർത്തിക്കട്ടെ. നീ ഉന്നതമായ ജ്ഞാനം നേടുമ്പോൾ, അല്ലെ ഏതൊക്കെ അധികാരസ്ഥാനം നേടുന്ന കാര്യമല്ല പറയുന്നത്, ജ്ഞാനം നേടുമ്പോൾ പഠിച്ചിട്ട് ഉന്നത നിലയിൽ എടുക്കുന്നത്. ഇന്നത്തെ വേദവാദികൾക്കൊന്നും പഠിക്കുന്നതിൽ ഒരു താല്പര്യമില്ല. വേദവാദികൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ
സ്കൂളിലൊന്നും പോകാതെ വേറെ എന്തെല്ലോ കാട്ടിക്കൂട്ടിക്കൊണ്ട് ജീവിക്കുകയാണ് വേദവാദികൾ. 5 3 എത്രയാണെന്ന് കൂട്ടാൻ പോലും മര്യാദയ്ക്ക് അറിയില്ല. എന്നിട്ട് എന്തെല്ലോ ആണെന്നുള്ള ധാരണയിൽ എന്തെല്ലോ അനാചാരങ്ങൾ കാട്ടിക്കൊണ്ട് ജീവിക്കുകയാണ്. ഇതല്ല പറയുന്നത്. പഠിച്ച് ജ്ഞാനം നേടുക, എന്നിട്ട് ഉന്നത നിലയിലെത്തുമ്പോൾ അമ്മ നിന്നെ പിടിച്ചിട്ടിട്ട് മടിയിലിരുത്തിയിട്ട് തലോടണം. മാതാവിന് വിദ്വേഷമില്ലാതിരിക്കുകയും അവിടെ നിന്ന് ജ്ഞാനം സ്വീകരിക്കുകയും ചെയ്യാം. മാതാവിനോട് വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല. മാതാവാണ് ആദ്യത്തെ ഗുരു. അപ്പം മാതാവിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. മാതാവ് ജ്ഞാനം കൈമാറി കൊടുക്കണം. കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം മാതാവാണ് എടുക്കേണ്ടത്, അച്ഛനല്ല. പഠിപ്പിക്കേണ്ട കാലത്ത് കുട്ടികളോട് പഠിക്കാനും അതിനു വേണ്ടിയിട്ട് പറഞ്ഞു വിടാനുള്ള ഉത്തരവാദിത്തം മാതാക്കൾക്കാണ് ഉണ്ടാകണം. അപ്പം മാതാവിനെന്ത് വേണം? ആ ജ്ഞാനം മാതാവിനും ഉണ്ടാകണം. വിദ്യയുടെ മഹത്വം മനസ്സിലാക്കുന്ന മാതാവായിരിക്കണം. സ്ത്രീകൾക്ക് വിദ്യ വേണ്ട എന്നല്ലാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതല്ല, സ്ത്രീകൾ നല്ല വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ അവരവരുടെ മക്കളിൽ നല്ല ജ്ഞാനത്തിലേക്ക് എത്തും. വിദ്യയുടെ മഹത്വം മനസ്സിലാക്കേണ്ടിരിക്കുന്ന മാതാവിന് വിദ്യയുടെ മഹത്വം ഉണ്ടാകണം. എങ്കിലേ മക്കൾക്കത് കൈമാറുകയുള്ളൂ. അവിടെ നിന്ന് ജ്ഞാനം സ്വീകരിക്കുകയും ചെയ്യാം. മാതാവിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കണം. മാതാവ് വേണം. മാതാവിന് നല്ല വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ മാതാവ് വരെ മകനെ നീ പഠിക്ക് എന്ന് പഠിക്കുന്നാൽ മാതാവിലൂടെയാണ് ഉന്നതി ഉണ്ടാകുന്നത്. പ്രകാശം വിതറുന്ന വെളിച്ചത്തിൻ്റെ വഴിയിൽ നിന്ന് നീ മാറിപ്പോകരുത്. വെളിച്ചം പ്രകാശമാണ്. സുന്ദരമായ ലോകം എനിക്ക് തുറന്നു തന്നിരിക്കുകയാണ് വെളിച്ചം. നീ ഇതിലൂടെ സഞ്ചരിക്കുക. ആ വഴിയിൽ നിന്ന് നീ മാറിപ്പോകരുത്. നീ അന്ധകാരത്തിലേക്ക് പോകരുത്. പണ്ടത്തെ ഗോത്ര കാലഘട്ടത്തിലെ പ്രാകൃത മനുഷ്യൻ കഴിച്ച നമ്മുടെ സംസ്കാരമാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗോത്ര കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകരുത്. നമ്മൾ പ്രകാശം തെളിച്ചേരുകയാണ്. സൂര്യൻ ദിവസം ഉദിച്ചിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള, പുതിയ ലോകത്തേക്ക് പോകാനുള്ള ജ്ഞാനം, വസുദേവ കുടുംബത്തിലേക്കുള്ള പോകാനുള്ള ജ്ഞാനം. ആ വഴിയിൽ നിന്നും നീ മാറിപ്പോകരുത്. ചിലവരെല്ലാം നിന്നെ പറഞ്ഞത് അങ്ങോട്ടൊന്നും പോകണ്ട, ഇങ്ങോട്ട് പോകുന്നത് നമ്മളെ പഴയ സംസ്കൃതിയിലേക്ക്. ഇനി 16, ഇതെല്ലാം വേദമാണ് പറയുന്നത്. അഗ്നി വേദത്തിൻ്റെ നാഥനാണ്. വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ നാഥനാണ് അഗ്നി. എന്തുകൊണ്ടാണ്? നമ്മളൊരു ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ അത് ടെക്നോളജി. ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചിട്ട് മനസ്സിൽ വെച്ചിട്ട് ഒന്നും ഉണ്ടാക്കില്ലെങ്കിൽ എന്തിനാണ് ഈ പഠിക്കുന്നത്? ചുമ്മാ ഇരുന്നാൽ പോലെ. നല്ല പാചകം എല്ലാം നെറ്റിൽ നോക്കിയിട്ട് കേട്ടുകൊണ്ടേയിരിക്കുക. പുതിയ പാചകക്രമങ്ങൾ ഇതെല്ലാം പഠിച്ചു വെച്ചിട്ട് ഒരു ഉപകാരമില്ലാതെ ഉപയോഗിക്കാതെ വെച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. പഠിക്കാത്തതിന് സമാനമാണ്. അപ്പം പഠിച്ചെന്ത് വേണം? പ്രയോഗിക്കണം. പ്രയോഗിക്കണമെങ്കിൽ എന്ത് വേണം? ഊർജം വേണം, അഗ്നി വേണം. അതുകൊണ്ട് വേദത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ നാഥൻ അഗ്നിയാണ്. അതായത് പഠിച്ചത് പ്രയോഗിക്കണമെങ്കിൽ ഊർജം വേണം, എനർജി, ചൂട്, വൈദ്യുതി, ഇതെല്ലാം എനർജിയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ശത്രുക്കളെ ഒഴിവാക്കുന്നതും അഗ്നി തന്നെയാണ്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തടസ്സങ്ങളെല്ലാം ശത്രുക്കളാണ്. നമ്മുടെ ശരീരത്തിലൊരു ബാക്ടീരിയ കേടിയാൽ ശത്രുതയാണ്. നമ്മളെ ഒരു വലിയ ഭാരം വെയിറ്റ് ഉണ്ട് മുമ്പ് കിടക്കുന്നു, അതിനൊന്ന് എടുത്തു മാറ്റണം, അത് ശത്രുതയാണ്. നമ്മളെ ആരെങ്കിലും അടിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് ശത്രുതയാണ്. ശത്രുത എന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ. നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങുമ്പം എന്തെങ്കിലും തടസ്സമാകുന്നതാണ് ശത്രുത. ആ തടസ്സങ്ങളെ മാറ്റേണ്ടിക്കലും അഗ്നിയാണ്, ഊർജമാണ്. ഊർജമില്ലാതെ ഒരു കല്ലിൻ്റെ എടുത്ത് മാറ്റേണ്ടിക്കലും ശക്തി വേണം. ശക്തി ഊർജമാണ്. അപ്പോൾ ശത്രുക്കളെ ഒഴിവാക്കുന്നതും അഗ്നി തന്നെയാണ്. അഗ്നി കുടികൊള്ളുന്നത് നിഗൂഢമായ ഇരിപ്പിടങ്ങളിലാണ്. അഗ്നി എവിടെയാണുള്ളത്? ഊർജം എവിടെയാണുള്ളത്? നിഗൂഢമായ ഇരിപ്പിടങ്ങളിലാണ്, നിഗൂഢമായ സ്ഥലത്താണ്. വിറകിലുള്ള അഗ്നി ഒളിച്ചിരിക്കുകയാണ്. ആ അഗ്നിയെ നമുക്ക് പുറത്തെടുക്കാം. ഭൂമിയുടെ നിഗൂഢതയിൽ അഗ്നിയുണ്ട്. പെട്രോളും ഡീസലും എല്ലാം അവിടെ നിന്ന് കുറിച്ചെടുത്തിട്ടാണ് എടുക്കുന്നത്. ആകാശത്തിൽ അഗ്നിയുണ്ട്.
അപ്പം അഗ്നി പല സ്ഥലത്ത് നിഗൂഢമായിരിക്കുന്നുണ്ട്. അതിനെയെല്ലാം നമുക്ക് ഉപയോഗിക്കാം. നന്മ നിറഞ്ഞ ഭരണാധികാരികൾ എങ്ങനെയാണോ പ്രജകളെ നയിക്കുന്നത്, നന്മ നിറഞ്ഞ ഭരണാധികാരി എന്താണ് ചെയ്യുക? പ്രജകളെ നയിക്കും, നല്ല വഴിയിലൂടെ നയിക്കും. അതുപോലെ അഗ്നിയും നമ്മളെ നല്ല വഴിയിലൂടെ നയിക്കട്ടെ. രാജാവ് തലതിരിഞ്ഞ പ്രജകളെ മുഴുവൻ കുഴപ്പത്തിലേക്ക് കൊണ്ട് ചാടിക്കും. രാജാവ് നല്ലതാണെങ്കിൽ മാർഗനിർദ്ദേശം നൽകിയിട്ട് നീ ഇങ്ങനെ പോവുക എന്ന് പറയും. അതുപോലെ അഗ്നിയും നമ്മളെ നയിക്കട്ടെ, അഗ്നിയും ജ്വലിക്കട്ടെ. അഗ്നിക്കും നമ്മളെ രണ്ട് വഴിയിലൂടെ കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. അഗ്നി ഉപയോഗിച്ചിട്ട് വല്ലവൻ്റെ വീട് കൊണ്ടുപോയി തീയിടാം. അതേസമയം അഗ്നി ഉപയോഗിച്ചിട്ട് യജ്ഞം ചെയ്തിട്ട് നല്ല റോഡെല്ലാം വെട്ടിയിട്ട് ജനങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാം. ഇത് ഏത് മാർഗമാണ് വേണ്ടത്? അതാണ് അഗ്നിയും നമ്മളെ നല്ല വഴിയിലൂടെ നയിക്കട്ടെ. അതിന് മോശ വഴിയിലൂടെ നയിക്കാനുള്ള അഗ്നി പല വീട്ടിലും തീയിടുകയും മറ്റുമെല്ലാം ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ആ വഴിയിലൂടെയല്ല പോകേണ്ടത്. ഇനി 17. രാജാവ് പ്രജകളിൽ സന്തോഷവാനാകട്ടെ. രാജാവിന് പ്രജകളിൽ സന്തോഷമുണ്ടാകണം. പ്രജകളാണ് തീരുമാനിക്കേണ്ടത് രാജാവ് ആരാകണമെന്ന്. പ്രജകളെ സന്തോഷിപ്പിക്കണം ആഗ്രഹിക്കുന്ന രാജാവ്. അല്ലാതെ വെലിൻസലെല്ലാം പ്രസിഡന്റിനെ എല്ലാം പിടിച്ചു മാറ്റിയിട്ട് ഞാൻ ഒരാളെ അവിടെ ഇരുത്തുന്നെല്ലാം പറയുന്നത് വേദം അംഗീകരിക്കുന്ന തത്വമല്ല. ജനങ്ങളുടെ രാജാവാണ്, ജനങ്ങളാണ് രാജാവിനെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് രാജാവിന് എന്ത് ഉത്തരവാദിത്തമുണ്ട്? പ്രജകളിൽ സന്തോഷമുണ്ടാക്കണം. പ്രജകളിൽ സന്തോഷമുണ്ടാക്കണം രാജാവ്. മാത്രമല്ല, ലോകത്തിൻ്റെ മുന്നോട്ടേക്കുള്ള പ്രവർത്തനത്തിന് രാജാവ് ശ്രമിക്കുകയും വേണം. രാജാവ് എന്താണ് ചെയ്യേണ്ടത്? ലോകത്തെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടേക്ക് നയിക്കണം. അതാണ് ഭരണാധികാരിയുടെ പ്രത്യേകത. ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കണം. അല്ലാതെ പ്രാകൃത കാലഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് എന്താണ് കാര്യം? നമ്മുടെ സംസ്കാരം, നമ്മുടെ പഴയ സംസ്കാരം, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകണം എന്നല്ല പറയേണ്ടത്. അതിനെയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുക, പുതിയ യുഗത്തിലേക്ക് പോവുക. അത്തരത്തിലാണ് കാലം പോകുന്നത്. കാലം അങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അതിനനുസരിച്ച് വേണം രാജാവ് നീങ്ങാൻ. ഇനി 18. സൂര്യൻ തോപിൽ ആദ്യം കാണപ്പെടുന്നത് പോലെ ആദ്യം സൂര്യനാണ് ഒരു ദിവസം പ്രത്യക്ഷപ്പെടുക. അപ്പോഴാണ് ജനങ്ങളെല്ലാം ആക്റ്റീവാകുക. അതുപോലെ നീയും തേജസ്സിനാൽ നിറക്കപ്പെടുക. നിന്റെ തേജസ്സിലൂടെ വേണം ജനങ്ങളെ നയിക്കാൻ. സൂര്യൻ രാവിലെ എണീപ്പിച്ച് എല്ലാവരും രാവിലെ വന്നിട്ട് എല്ലാ ജീവജാലങ്ങളും, കാക്കകളും പക്ഷികളും എല്ലാം സൂര്യൻ്റെ വെളിച്ചം വരുമ്പോൾ ആക്റ്റീവായിട്ട് പറന്നു പോകും. അതുപോലെ രാജാവിൻ്റെ തേജസ്സിൽ ജനങ്ങളെല്ലാം ആക്റ്റീവാകണം. എല്ലാവരും അവരവരുടെ കർമ്മത്തിലേക്ക് ഇടപെടണം. അല്ലാതെ രാവിലെ എണീച്ചിട്ട് മറ്റവൻ്റെ പെരടിക്ക് കയറാം, ഇവൻ്റെ പെരടിക്ക് കയറാം, മറ്റേത് കത്തിക്കാം, ഇത് കത്തിക്കാം, അവനിട്ട് പാര വെക്കാം. ഇത്തരത്തിൽ ജനം പോയി കഴിഞ്ഞാൽ ആ ചിന്താഗതി ആരിലും കാണും, രാജാവിലും കാണും. അതുകൊണ്ട് രാജാവ് സൂര്യനെ പോലെ, സൂര്യൻ അങ്ങനെ പക്ഷപാതമൊന്നുമില്ല. സൂര്യൻ വരുമ്പോൾ പക്ഷികൾ ഇറങ്ങിപ്പോവും, എല്ലാം പോവും. പാമ്പ് പാമ്പിൻ്റെ വഴിക്ക് പോവും, മനുഷ്യൻ്റെ വഴിക്ക് പോവും, എല്ലാവരും കുട്ടികളെ വഴിക്ക് പോവും. അതുപോലെ രാജാവിൻ്റെ തേജസ്സിൽ ഓരോ നാട്ടിലെയും പ്രജകളും അവരവരുടെ കർമ്മത്തിലേക്ക് ഇറങ്ങണം. അപ്പോഴേ ലോകം മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. ഇതെല്ലാം പറയുന്ന ആരാണ്? വേദങ്ങൾ. അപ്പോൾ ലോകത്തിൻ്റെ മുന്നോട്ടേക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നീൻ്റെ തേജസ് പ്രേരകമാകട്ടെ. ഇനി 18. നീയും ആ തേജസ്സിൽ നിറക്കപ്പെടുന്നു. അല്ലയോ രാജാവേ, ഞങ്ങളിൽ നിന്ന് നീ പ്രഥമനാണ്. രാജാവാണ് ആ ലോകത്തിലെ ജനങ്ങളുടെയെല്ലാം പ്രധാനപ്പെട്ട വ്യക്തി. രാജാവും സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ തേജസ് നേടിക്കൊണ്ട് നമ്മളെ നയിക്കണം. കാരണം നമ്മളിലെ പ്രധാന വ്യക്തി നീയാണ്.
ഭരണാധികാരികളായ നിങ്ങൾ ഇന്ദ്രിയഭൗവത്വമുള്ളവരായി തീരട്ടെ. ഇന്ദ്രിയ ഭൗവത്വം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ശരിയായ നിലയിൽ കർമ്മം ചെയ്യാനുള്ള കഴിവുള്ളവരായിരിക്കണം ആര്? ഭരണാധികാരികൾ. അല്ലാതെ ഇന്ദ്രിയങ്ങൾക്കടിക്കപ്പെടുക എന്ന സുഖത്തിന് വേണ്ടി, സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭരണാധികാരികൾ അതല്ല ആകേണ്ടത്. ഇന്ദ്രിയങ്ങളെ ശരിയായ നിലയിൽ നിയന്ത്രിച്ചുകൊണ്ട് ലോക നന്മക്കായി നമ്മളെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ പ്രവർത്തിപ്പിക്കണം. ദേവന്മാരുടെയും ജ്ഞാനികളുടെയും അനുഗ്രഹവും പ്രോത്സാഹനവും നിങ്ങൾക്ക് ലഭിക്കട്ടെ. എല്ലാ ലോകത്തിലുള്ള എല്ലാം അങ്ങേക്ക് പ്രോത്സാഹനമായത് ജ്ഞാനികളായവരുടെ. അപ്പം അങ്ങ് പ്രവർത്തിക്കേണ്ടത് ആരെ ആലോചിച്ചിട്ടാണ്? കുറേ സിൽബന്ധികളെയും കൂടെ വെച്ച് തനിക്ക് മനസ്സ് തോന്നുന്ന മാതിരി പ്രവർത്തിക്കുകയല്ല വേണ്ടത്. ജ്ഞാനികളായ വിദ്യ ഉള്ളവരെ. ജ്ഞാനികൾ പറയും, ലോകത്തിൻ്റെ പുരോഗതിക്ക് ഞാൻ എന്താണ് ഇന്ന് ചെയ്യേണ്ടത്? രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ആലോചിക്കേണ്ടത് എന്താണ്? നമ്മുടെ ലോകത്തിൽ എന്തെല്ലാം, നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അതിനെ ഏത് സാങ്കേതിക വിദ്യയിലൂടെ പരിഹരിക്കാമെന്നെല്ലാം ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ഇരുന്നിട്ട് സംസാരിക്കണം. ഭരണാധികാരികളെ എല്ലാ വിഭാഗം, അതിൽ ഏറ്റവും ജ്ഞാനം തികഞ്ഞവരോട് സംസാരിച്ചിട്ട് ജനത്തിന് എന്ത് നിലയിൽ പ്രവർത്തിച്ചാൽ ഇന്നത്തെ ദിവസം ഞാൻ പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ തൻ്റെ മണ്ടത്തലയിൽ എന്തെല്ലോ ഐഡിയ ഉണ്ടെന്ന് വെച്ചിട്ട് അങ്ങ് കാട്ടിക്കൂട്ടുകയല്ല വേണ്ടത്. അതുകൊണ്ട് ദേവതന്മാരുടെയും ജ്ഞാനികളുടെയും അനുഗ്രഹവും പ്രോത്സാഹനവും ലഭിക്കട്ടെ. പ്രജകളുടെ ഇടയിൽ വേണ്ടുന്ന വിധം ആദരവ് നേടിയെടുക്കുക. പ്രജകൾ ആദരിക്കണം. പ്രജകളാണ്, അല്ലാതെ തൻ്റെ പക്ഷക്കാരല്ല. ആ പ്രജകളിലെ എല്ലാ വിഭാഗങ്ങളും വരും. പുരുഷനും വരും, സ്ത്രീയും വരും, പട്ടിയും ജീവികളെല്ലാം അതിൻ്റെ പ്രജകൾ തന്നെയാണ്. എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും എല്ലാം അങ്ങയുടെ പ്രജകളാണ്. അവർ ആദരവ് നൽകണ്ടെങ്കിൽ അതുമാതിരി തിരിച്ച് കൊടുക്കണം. ഇനി 19 അഗ്നി 3 വിധം ഘട്ടങ്ങളിലും 3 വിധ കർമ്മങ്ങളാലും ഞങ്ങൾ നിന്നെ മനസ്സിലാക്കട്ടെ. ഊർജത്തെ 3 തരത്തിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഊർജം നമുക്കറിയാമല്ലോ. ഊർജം എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജി, പിന്നെ സാധാരണയുള്ള കെമിക്കൽ എനർജിയുണ്ട്, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയുണ്ട്. ഊർജത്തിന് പ്രധാനമായിട്ട് 3 തരത്തിൽ. ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. പണ്ട് കാലത്തെ മെക്കാനിക്കൽ എനർജിയിലെല്ലാം താല്പര്യം, പിന്നെ കെമിക്കൽ. അപ്പോൾ ഊർജം പലതരത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കർമ്മങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കട്ടെ. അഗ്നി എന്ന് പറഞ്ഞാൽ വെറും വിളക്കാണെന്നൊന്നും ധരിച്ചു പോകരുത്. നമ്മൾ അഗ്നി എന്ന് പറയുമ്പോൾ ഊർജമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വെറുതെ ഒരു തിരിയും കത്തിച്ച് വെച്ചിട്ട് അതിൽ കത്തിക്ക് വെക്കുന്നതല്ല അഗ്നി. അഗ്നിക്ക് പല രൂപങ്ങളുണ്ട്. അതിനെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇലക്ട്രോ മാഗ്നറ്റിക് ബേസാണ് ഇന്നത്തെ ഏറ്റവും വലിയ അഗ്നി. നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത് അത് ഉപയോഗിച്ചുകൊണ്ടാണ്. നിന്റെ പേരിനെയും മാതാപിതാക്കളെയും ജന്മസ്ഥലത്തെയും ഞങ്ങൾ മനസ്സിലാക്കട്ടെ. നിന്റെ പേരിനെ എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് പല പേരുകളുണ്ട്. എന്തെല്ലാം ഊർജത്തിൻ്റെ പേര്? ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി, കെമിക്കൽ എനർജി, ഫിസിക്കൽ എനർജി, അങ്ങനെ പലതരത്തിൽ എനർജിക്ക് പല പേരുകളുണ്ട്. മാതാപിതാക്കൾ, നിന്നെ സൃഷ്ടിക്കുന്ന എനർജിയും പലതരത്തിലാണ്. വിറകിൽ നിന്ന് അഗ്നി കിട്ടും, പെട്രോളിൽ നിന്ന് അഗ്നി കിട്ടും, ഡീസലിൽ നിന്ന് കിട്ടും, എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അതിൻ്റെ മാതാപിതാക്കൾ ഏതിൽ നിന്നാണോ ഉണ്ടാകുന്നത് അതിനനുസരിച്ച് അതിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. ജന്മസ്ഥലവും, നിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? വിറക് എന്ന് പറഞ്ഞാൽ മരത്തിൽ നിന്ന് വെട്ടിയെടുക്കുന്നത്, പെട്രോൾ എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ നിന്ന് പൊളിച്ചെടുക്കുന്നത്, പിന്നെ ആകാശത്തു നിന്ന് കിട്ടുന്നതാണ് സൗരോർജ്ജമെല്ലാം. അതെല്ലാം നമ്മൾ മനസ്സിലാക്കട്ടെ. പഠിക്കുക, കെമിസ്ട്രി പഠിക്കുക, ഫിസിക്സ് പഠിക്കുക, എല്ലാതരം സയൻസും പഠിക്കുക. ഇതിനാണ് വേദം ആഹ്വാനം ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വേദപണ്ഡിതരോ
സയൻസ് പുസ്തകവും കൂട്ടിയിരുന്നിട്ട് ഉരുവിട്ടുകൊണ്ട് ജീവിക്കുകയാണ്. വേദം പറയുന്ന ഇതൊന്നുമല്ല. എന്ന് പറയും വേദവാദികൾക്കൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ഇതിന് സയൻസുമായിട്ട് ഒരു ബന്ധവുമില്ല. സയൻസ് ഒന്നും ഇങ്ങോട്ട് കയറി വരണ്ട. ഇത് നമ്മളിങ്ങനെ തലയാണയായിട്ട് വെച്ചുകൊണ്ട് ഉരുവിട്ടുകൊണ്ട് കിടന്നോളും. വേദം പറയുന്നതിന് കടകവിരുദ്ധമായിട്ട്. പിന്നെയോ നിന്റെ പ്രത്യേകമായ ജ്വലനം മേധയാൽ നമ്മൾ എങ്ങനെ സംഭവിക്കുന്നു എന്നെല്ലാം മനസ്സിലാക്കുന്നു. നിന്നെ എങ്ങനെ ജ്വലിപ്പിക്കാം, തീയെ എങ്ങനെ ജ്വലിപ്പിക്കാം, വൈദ്യുതിയെ എങ്ങനെ ജ്വലിപ്പിക്കാം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ എങ്ങനെ ജ്വലിപ്പിക്കാം, അൾട്രാവയലറ്റ് റേസിനെ എങ്ങനെ ജ്വലിപ്പിക്കാം, എക്സ്റേനെ എങ്ങനെ ജ്വലിപ്പിക്കാം, ഇങ്ങനെ പലതരം അഗ്നികളുണ്ട്. ഇപ്പം നമ്മൾ ശരീരത്തിൻ്റെ അകത്ത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി ഒരു അവയവം ഓപ്പറേറ്റ് ചെയ്തിട്ട് കത്തിയൊന്നും എടുക്കുകയൊന്നും വേണ്ട, എന്നിട്ട് തീയിടിയൊന്നും വേണ്ട ആവശ്യമില്ല. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. നേരെ അവിടത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒന്നും പറ്റില്ല, അവിടെ മാത്രം കരിഞ്ഞോളൂ. അത്രയും സയൻസ് വളർന്നു പോയി. ഇതാണ് പറഞ്ഞത്, നിന്റെ മേധയിൽ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ. നിന്റെ ഈ ഊർജത്തെയെല്ലാം എങ്ങനെയെല്ലാം പ്രയോഗിക്കാമെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ. ഒരു ദാഹം പിടിച്ചവൻ എങ്ങനെയാണ് ജലത്തെ സ്രോതസ്സിനെ സമീപിക്കുന്നത്, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു. ദാഹമുള്ളവൻ വെള്ളം എവിടെയാണ് ഉള്ളതെന്നുള്ള സ്രോതസ് അന്വേഷിച്ചു പോകുന്നത് പോലെ അഗ്നി, എന്തെല്ലാം തരം അഗ്നിയുണ്ട്, അത് എവിടെയെല്ലാമാണ് സ്ഥിതി എന്നതെന്ന് അന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു. അപ്പം അഗ്നി എന്ന് പറയുന്നത് എന്തല്ല, നമ്മൾ വേദത്തിലെ അഗ്നി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഒരു കല്ലെല്ലാം കൂട്ടി അതിൻ്റെ അകത്ത് കുറച്ച് ഇതുവരെ ഇട്ടിട്ട് തീ കത്തിക്കും. അഗ്നി, ഇതാണ് അഗ്നി എന്ന്. ഇതല്ല അഗ്നി. അഗ്നി എവിടെയെല്ലാം കിടക്കുന്നത്, എന്തെല്ലാം തരത്തിലാണ് നമ്മൾ അഗ്നി ഉൽപ്പാദിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ വേറൊരു അൾട്രാസോണിക് വേവ്സെല്ലുണ്ട്. പണ്ട് നമ്മൾ എക്സ്റേ ഉപയോഗിച്ചിട്ടാണ് ഉള്ളിൽ കണ്ടിരുന്നത്. ഇപ്പോൾ അൾട്രാസോണിക് സൗണ്ട് സ്കാനിങ് എല്ലാം ശരീരത്തിന് കടന്നും പറ്റൂല. ഇതെല്ലാം ഊർജത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. ഇതിനെല്ലാം നമ്മൾ എവിടെയല്ലോ പോയി തപ്പിപ്പിടിച്ചെടുത്ത് കൊണ്ട് വന്നിരിക്കുക. ആര്? ബ്രാഹ്മണർ. ആരാണ് അപ്പോൾ ആ ബ്രാഹ്മണർ? ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന പണ്ഡിതർ, ഏറ്റവും അധികം ജ്ഞാനം നേടിയവരാണ് ബ്രാഹ്മണർ. ഇത് യുക്തിവാദികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും നിരീശ്വരവാദികൾക്കൊന്നും അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല ആ ബ്രാഹ്മണന്. കാരണം ലോകത്തിൽ നിന്ന് നിലനിർത്തുന്നത് നമ്മളെല്ലാം കോളറയെല്ലാം വന്നപ്പോൾ, ടൈഫോയിഡ് വന്നപ്പോൾ, കൊറോണ വന്നപ്പോഴെല്ലാം നമ്മൾ ആരെയാണ് പ്രതീക്ഷിച്ചത്? ഈശ്വരനെ അല്ലേ. ഈശ്വരനെ വിളിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ്റെ എല്ലാം കൂട്ടിക്കെട്ടിയിട്ട് പോയിരുന്നു. പിന്നെ പൂജയില്ല, മന്ത്രമൊന്നുമില്ല. കാരണം അടുത്ത് പോയി കഴിഞ്ഞാൽ രോഗം പകരും. പിന്നെ എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ എന്നിട്ട് എന്താണ് ടി വിയിലെപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത്? മരുന്ന് കണ്ടുപിടിച്ചോ എന്നാണ് കൊറോണക്ക്. ആരാണ് ഈ പഠിക്കുന്നത്? ബ്രാഹ്മണർ. അതാണ് വേദം പറയുന്ന ബ്രാഹ്മണർ. അവരാണ് നമ്മളെ രക്ഷിക്കുന്നത്. അല്ലാതെ ഈശ്വരൻ നേരിട്ട് വന്നിട്ട് ഇങ്ങോട്ടൊന്നും ചെയ്യില്ല. ഈശ്വരൻ അതിനുള്ള കഴിവുള്ള ബുദ്ധിമാന്മാരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. ഈശ്വരൻ നിങ്ങളുടെ കഷ്ടപ്പാട് തീർക്കാൻ വേണ്ടിയിട്ട് രാജാക്കന്മാരെ ഉണ്ടാക്കി വെച്ചിട്ട്, അതല്ലാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ പ്രശ്നമുണ്ടെങ്കിൽ രാജാവോട് പോയി പറയണം. അല്ലെങ്കിൽ നിങ്ങൾ MLA-യോടോ MP-യോടോ എല്ലാം പറയണം. അവർ പോയി തീർത്ത് തരണം. അല്ലാതെ ഈശ്വരനെ വിളിച്ചിട്ട് ഇതിനെല്ലാം ഉള്ള സൗകര്യം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. രാജാവിനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അതിനുള്ള ആൾക്കാരെ സൃഷ്ടിക്കുന്നുണ്ട്, ചിന്തകരായ ബ്രാഹ്മണരെ സൃഷ്ടിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നിട്ട് ഇതൊന്നും ചെയ്യാതെ വടക്കും കത്തിയിട്ട് ഈശ്വര എനിക്ക് മറ്റേ ജോലി ഉണ്ടാക്കിത്താ, എനിക്ക് വിശക്കുന്ന നീ ഭക്ഷണം കൊടുത്താ, ഇതെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഇതാണോ പണി? ഈശ്വരന്
പക്ഷെ അങ്ങനെയെല്ലാം പഠിപ്പിച്ച് വെച്ചിട്ട് ഭരണാധികാരികൾ കൈകഴുകുന്നുണ്ട്. അവരിതെല്ലാം ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ മതി, ഈശ്വരൻ്റെ അടുത്ത് പോയി അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരാം. ഒരു ബസ് റൂട്ട് പ്രത്യേകം, ഒരു 10-25 ബസ് റൂട്ട്. എവിടത്തേക്ക്? ശബരിമലയിലേക്ക്. എന്തിന്? നിങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് തീർത്ത് തരും. അല്ലാതെ എനിക്ക് ബസ് ഓടിക്കാനേ പറ്റും, ബസ് ഓടിച്ചു തരാം, അല്ലെങ്കിൽ വേടിക്ക് അമ്പലം ഉണ്ടാക്കി തരാം. അമ്പലം വേണം, മുക്കിൽ അമ്പലം ഉണ്ടാക്കി തരാം. എന്നിട്ട് അവിടെ പോയി ചോദിച്ചോളൂ, എന്ത് വേടിക്കും അവിടെ പോയി പറഞ്ഞു, എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വരണം. ഇതെല്ലാം വേദരഹസ്യം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെല്ലാമാണ് ഇതിൻ്റെ അർത്ഥം. അത്ര ചിന്തകൾക്കും അപ്പുറമായ കാര്യങ്ങളാണ് ഇതിലൂടെ നമ്മളെ ബുദ്ധിയെ ഉണർത്തുന്നത് വേദങ്ങൾ. അല്ലാതെ വേദവരികളാണ് വരി ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നിന്നാലൊന്നും ഈ ബുദ്ധിയൊന്നും തലയിൽ വരില്ല, ഈ അർത്ഥമൊന്നും തലയിൽ കയറില്ല. ചൊല്ലിയിട്ട് ഒരു വരി ചൊല്ലിയിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇനി 20 ആധിപത്യത്തെയും നേതൃത്വത്തെയും ഞാൻ ആഗ്രഹിക്കുന്നു. ഏതാധിപത്യം? അഗ്നിയുടെ ആധിപത്യം. അഗ്നിയാണ് ആധിപത്യം. ഈ ലോകത്തിൻ്റെ ആധിപത്യം അഗ്നിക്കാണ്. ദേവത അഗ്നിയാണ്. അഗ്നിയില്ലാതെ നമ്മൾ ഒരു കാര്യം, ഊർജമില്ലാതെ ഒരു കാര്യം നമ്മൾ മുന്നോട്ടേക്ക് പോകില്ല. ഇന്ന് ലോകത്തിൽ അടിപിടി കൂടുന്നത് എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ്. രാജ്യങ്ങൾ കിടമത്സരം എണ്ണയുടെ പേരിലാണ്. അപ്പോൾ അധിപൻ ആരാണ്? ലോകത്തിൻ്റെ അധിപൻ അഗ്നിയാണ്. നേതൃത്വത്തെയും ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കർമ്മങ്ങളെയും നേതൃത്വത്തിൽ നിന്നുകൊണ്ട് സാധിപ്പിച്ചു തരുന്നത് അഗ്നിയാണ്. നമ്മൾ അരിയും വെള്ളം അങ്ങോട്ട് കൊടുക്കും, അഗ്നി അതിനെ ചോറാക്കി തരും നമുക്ക് തിന്നാനുള്ള. അപ്പം നേതൃത്വം ആരാണ് എടുക്കുന്നത്? അഗ്നിയാണ്. അഗ്നി ഞങ്ങളാൽ ജ്വലിപ്പിക്കപ്പെടുന്നു. നമ്മൾ അഗ്നിയെ ജ്വലിപ്പിക്കുന്നു, ബാക്കി അഗ്നി ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരു കുരു വന്നിട്ടുണ്ട്, ഉള്ളിൽ കരിച്ചു കളയണം. അഗ്നിയെ അകത്തേക്ക് അയക്കുന്നു, അഗ്നി അവിടെ പോയിട്ട് കരിക്കുന്നു, നമ്മൾ ജ്വലിപ്പിക്കുന്നു. അഗ്നി എന്ന് പറയുന്നത് ഏതല്ല, തീയല്ല. തീ കൊള്ളി കൊണ്ടുപോയി ഇതിൻ്റെ അകത്ത് തീയല്ല. ഞങ്ങൾ നിന്നെ ജ്വലിപ്പിക്കുന്നത് ആകാശത്തിലെ മിന്നൽ പോലെയാണ്. ആകാശത്തിലെ മിന്നൽ പോലെയാണ് ജ്വലിപ്പിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ കല്ലും കൂട്ടിയിട്ട് കുറേ ഇത് കൂട്ടിയിട്ട് അതിൻ്റെ അകത്ത് കത്തിക്കലല്ല അഗ്നി. ആകാശത്തിലെ മിന്നൽ. ആകാശത്തിലെ മിന്നൽ എന്താണ്? വൈദ്യുതിയാണ്. വൈദ്യുതിയായിട്ടാണ് ജ്വലിപ്പിക്കുന്നത്. ആ വൈദ്യുതി തന്നെയാണ് ഇന്ന് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ടും എക്സ്റേ ആയിട്ടും എല്ലാം പുറത്തേക്ക് വരുന്നത്. വൈദ്യുതിയുടെ സഹായത്താൽ ആകാശത്തിലെ വൈദ്യുതി പോലെ അത് ജ്വലിക്കും. ആ ജ്വലനമാണ്, അല്ലാതെ ഇങ്ങനെ വെറുതെ കത്തിച്ചിട്ടുകൊണ്ടൊന്നുമല്ല. നിന്നെ ജ്വലിപ്പിക്കുന്നത് ആകാശത്തിലെ മിന്നൽ പോലെയാണ്. നിന്റെ മഹത്വത്തെ ഞങ്ങൾ സാഗരത്തിനും അപ്പുറം എത്തിക്കുന്നു. ഈ അഗ്നിയുടെ മഹത്വത്തെ കടൽ കടന്ന് നമ്മൾ അപ്പുറത്തെത്തിക്കും. അല്ലാതെ ഇവിടെ തീ കത്തിച്ചു കഴിഞ്ഞാൽ ഈ അഗ്നി കൊണ്ടുപോയിട്ട് അപ്പുറം കടലിൻ്റെ അപ്പുറം ഒന്നും എത്തൂല. കടലിലൂടെ പോകുമ്പോൾ തന്നെ കെട്ടുപോകും. കടലിൻ്റെ അപ്പുറത്തേക്ക് എത്തിക്കുന്ന അഗ്നി ഏതാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇന്നുള്ള സംവിധാനങ്ങൾ, റോക്കറ്റുകളിലൂടെയെല്ലാം ഉപയോഗിക്കുന്ന അഗ്നികൾ എന്താ ചെയ്യുന്നത്? എവിടെയും കൊണ്ടുപോയിട്ട് പോകുമ്പോഴാനുള്ള സംവിധാനം. കടലും അപ്പുറം കിടക്കും. അപ്പം അങ്ങനത്തെ അഗ്നികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യരിൽ ഞാൻ നീതി ചെയ്യുന്നവനാണ്. നീതിക്ക് വേണ്ടിയാണ് അഗ്നി നിലകൊള്ളുന്നത്. അല്ലയോ സജ്ജനങ്ങളോട് പറയുകയാണ്, സൂര്യൻ ഏത് വിധമാണോ മൂന്നാമത്തെ ലോകത്തിൽ ഉയർന്നു നിൽക്കുന്നത്, സൂര്യൻ ഏത് നിലയിലാണോ മൂന്നാമത്തെ ലോകത്തിൽ ഉയർന്നു നിൽക്കുന്നത്, അങ്ങനെ അതുപോലെ
നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ജ്വലിച്ചുയരുക. ആരോട് പറയുകയാണ്? അഗ്നിയോട് പറയുകയാണ്. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജ്വലിച്ചുയരണം. സൂര്യൻ മൂന്നാമത്തെ ലോകത്തിൽ ഇരുന്നുകൊണ്ട് പ്രകാശം പരത്തുന്നത് പോലെ നിങ്ങളും ജ്വലിച്ചുയരണം. ഇന്ന് അന്തരീക്ഷം മുഴുവൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ടവറെല്ലാം കാണുമ്പോൾ ആൾക്കാർ പറയുന്നത് ഇതെല്ലാം നമുക്ക് രോഗം ഉണ്ടാക്കുമെന്നല്ല. കാരണം അന്തരീക്ഷം മുഴുവൻ എന്തെല്ലാം തരം വേവ്സുകളാണ്, നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. എന്തെല്ലാം തരം സിഗ്നൽ, ടി വിൻ്റെ എന്തെല്ലാം ഒരു ചാനലുകൾ വരുന്നു, മൊബൈലിൻ്റെ സിഗ്നൽസ് വരുന്നു, പോലീസുകാരുടെ സിഗ്നൽസ് വേറെ ഭാഗത്തോട്ട്, ഇതെല്ലാം നമ്മളെ ഇതിലൂട്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സിഗ്നൽസിനെല്ലാം നമ്മൾ കാണാൻ ഇരുന്നിരുന്നുവെങ്കിൽ നമ്മൾ ഏതുമാതിരി ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെലന്തി വലയിൽപ്പെട്ട ഒരു ജീവിൻ്റെ കിടക്കാണ് നമ്മൾ കിടക്കുന്നത്. നമ്മളെ ചുറ്റും ഇങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ്റെ പ്രകാശം എല്ലായിടത്തും, സൂര്യൻ്റെ കിരണങ്ങൾ ലോകം മുഴുവൻ വ്യാപിക്കുന്നത് പോലെ ഈ അഗ്നി നമ്മളെ മുഴുവൻ ഒരു വല കണക്കിന് മൂടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത്രയും കാര്യങ്ങളിലൂടെ നമ്മൾ കടക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് മനസ്സിലാവുന്നു വേദം എന്തെല്ലാമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. വേദത്തിലുള്ള വിഷയങ്ങൾ എന്തെല്ലാമാണ്. ഈ ഒരു 10 മന്ത്രത്തിലൂടെ ഇത്രയും അമൂല്യമായ നിധികളുള്ള ഒരു ഗ്രന്ഥമാണ് വേദമെന്ന് അല്പമൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ഇതിനെയാണ് നമ്മൾ തലക്കടിയിൽ വെച്ചിട്ട് വേദവരികൾക്കൊന്നും ഒരു വരും അർത്ഥമില്ല, സയൻസിൽ ഇതിലൊരു കാര്യമില്ല, ശാസ്ത്രജ്ഞന്മാരൊന്നും ഇതിലേക്ക് വരണ്ട, നമ്മളിതൊന്നും തലക്ക അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് ഇരിക്കും.